കൂടുതൽ നാണിക്കാതെ എഴുന്നേറ്റ് വാടി. യാദവ് ഉറക്കെ അലറി. ലക്ഷ്മി ഒന്ന് വെട്ടി വിറച്ചു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം. ലക്ഷ്മി കണ്ണുകൾ വലിച്ചു തുറന്നു. മഴത്തുള്ളികൾ കൺപീലിയിൽ ശക്തിയിൽ വന്ന് പതിക്കുന്നത് കൊണ്ട് വ്യക്തമായൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു റോൾസ് റോയ്സ് യാദവിൻ്റെ വാനിൻ്റെ ഫ്രണ്ടിൽ ഇടിച്ചു നിർത്തിയിരിക്കുന്നു. എടാ, നിനക്ക് കണ്ണില്ലേ? യാദവ് ചീറിക്കൊണ്ട് ആ കാറിനടുത്തേക്ക് പാഞ്ഞു. ഡോർ തുറന്നിറങ്ങുന്നവനെ കണ്ട് അവൻ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. അഭിമന്യു വർമ്മ? യാദവ് ഉറക്കെ പറഞ്ഞതും ലക്ഷ്മി ശ്വാസം ആഞ്ഞു വലിച്ചു. യെസ്, യു ആർ കറക്റ്റ്, ബട്ട് എനിക്ക് നിന്നെ അറിയില്ലല്ലോ. സോറി. അവൻ ചെറുചിരിയോടെ നടന്നു വരുന്നു. നോട്ടം യാദവിൻ്റെ മുഖത്ത് മാത്രം. അന്ന് ഈ ബോസ് ആണല്ലേ ഒരമ്മച്ചിയെ എനിക്ക് കറക്റ്റ് ചെയ്തു തന്നത്? ഞാൻ ഇത്തിരി മോഡേൺ ആണ്. നിന്നെപ്പോലെ കുപ്പയിൽ കിടക്കുന്നതിനെയൊന്നും ഞാൻ എടുക്കാറില്ല. ഓ അങ്ങനെ. അപ്പോൾ അഭിമന്യു വർമ്മ ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സാധനം കുപ്പയല്ലേ? യാദവ് ലക്ഷ്മിക്ക് നേരെ വിരൽ ചൂണ്ടി. അഫി അവളെ ഒന്ന് നോക്കി. ശരീരത്തിലെ നാഡീ ഞരമ്പുകളിൽ നിന്നും ചോര പൊടിഞ്ഞിറങ്ങുന്ന വേദനയായിരുന്നു അവനിൽ. റോഡിലെ വെള്ളത്തിൽ കൂനി കൂടിയിരിക്കുന്ന രൂപം. ബ്ലൗസ് ആകെ മൊത്തം നനഞ്ഞു. കൈ രണ്ടും നെഞ്ചിൽ മറ തീർത്തിരിക്കുന്നു. തല ഉയർത്തുന്നത് കൂടിയില്ല. അവൻ കണ്ണുകൾ അടച്ചു. സീതാലക്ഷ്മിയെ ഇങ്ങനെ ഒരു കോലത്തിൽ കാണാൻ ഇഷ്ടപ്പെടാത്തതുപോലെ. എന്നാ സാറ് പോയിക്കോ, ഞാൻ ഇവളെയും കൊണ്ട് പോവുക. പാവം മഴ നനഞ്ഞ് വിറയ്ക്കുന്നത് കണ്ടില്ലേ? യാദവ് ഒന്ന് കുനിഞ്ഞ് അവളെ തൊടുന്നതിന് മുന്നേ അഭി കാലുയർത്തി അവനെ ചവിട്ടി. യാദവ് തെറിച്ചു ചെന്ന് വാനിൻ്റെ ബോണറ്റിൽ ഇടിച്ചു നിന്നു. ഇവിടെ ഞാൻ വന്നത് ദേ ഇവൾക്ക് വേണ്ടിയാ. കൊണ്ടുപോകാൻ എനിക്കറിയാം. അഭിയുടെ ഉറച്ച സ്വരം ചെവിക്കുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ലക്ഷ്മി പതിയെ തല ഉയർത്തി. പറ്റില്ലെങ്കിലോ? അന്ന് നീ ഇവളെ രക്ഷിച്ചു, ഇന്ന് കഴിയില്ല. യാദവ് അഭിയെ അടിച്ചു. സാർ, ലക്ഷ്മി ഉറക്കെ വിളിച്ചു. അഭിമന്യുവിൻ്റെ ചെവി കൂർത്തു. ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. യാദവിൻ്റെ കൈ തനിക്ക് നേരെ ഉയരും മുന്നേ അവൻ്റെ മൂക്കിൽ ശക്തിയിൽ ഇടിച്ചതും വേദനയിൽ അവൻ ഉറക്കെ വിളിച്ചു. മസിലുകളിൽ ചൂണ്ടു വിരൽ ചുഴറ്റിയതും യാദവ് തളർന്ന് വാനിൽ ചാരി നിന്നു. ദേ, എൻ്റെ മുന്നിൽ കളിച്ചാൽ നീ ആ നിൽപ്പ് നിൽക്കും. പിന്നെ ഒന്ന് അനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ചെയ്യിപ്പിക്കരുത്. അഭി ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി ഇളക്കി മാറ്റി. യാദവ് കാലിലെയും കൈയിലെയും മസിൽസിൽ എന്തോ ഒന്ന് മിന്നിപ്പിടിക്കുന്ന വേദനയോടെ ഞരങ്ങി. സംശയത്തിൽ വണ്ടിയിൽ ചാരി നിന്ന് അഭിയെ നോക്കി. ലക്ഷ്മി ഷർട്ട് മുന്നിലേക്ക് നീട്ടിയതും പെട്ടെന്നത് വാങ്ങിയിരുന്നു അവൾ. ഇട്ടിട്ട് എഴുന്നേറ്റ് വാ, പോകാം, അഭി പറഞ്ഞു. ഷർട്ട് ഇട്ടു. നിലത്ത് കൈ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിയുന്നില്ല. ശരീരത്തിന് ഒരപ്പുപ്പൻ താടിയുടെ ഭാരം പോലും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു പോയിരുന്നു അവൾ. വിങ്ങലോടെ തല ഉയർത്തിയ നിമിഷം അഫിയൊന്ന് കുനിഞ്ഞു. ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചുയർത്തിയതും ഒരഭയാർത്ഥിയെ പോലെ ആ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അവളെ വലം കൈകൊണ്ട് ഒന്നുകൂടി മുറുകെ പിടിച്ചു. ലക്ഷ്മി ചെവിയിൽ ചുണ്ടടുപ്പിച്ച് വിളിച്ചു. എന്നും അവൻ്റെ ആ വിളിക്ക് താളത്തിൽ മൂളുന്നവൾ ഇന്ന് ശബ്ദിക്കുന്നില്ല. അഭി കടപ്പല്ല് കടിച്ചു പൊട്ടിച്ചു. യാദവ് മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന ചോര തുടച്ചു നീക്കി. അവർക്ക് മുന്നിൽ നിന്നു. വേദന കടിച്ചു പിടിച്ച് അഭിയെ നോക്കി പരിഹാസത്തിൽ ചിരിച്ചു. നിനക്ക് ഇവൾ ആരാണ് എന്നറിയോ? ഇപ്പോൾ നീ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അഭിമന്യു ഞെട്ടിപ്പോയി. കണ്ണുകൾ കുറുകി. പുരികക്കൊടികൾ വളഞ്ഞു. വിവാഹം കഴിഞ്ഞ് 1 വർഷമായി. അഹങ്കാരം മാത്രമാണ് ഇവൾക്ക് കൂട്ട്. ഒരടി കൊടുത്തതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്കെൻ്റെ ലച്ചു എന്നാൽ ജീവനാ. അവളെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ കൊണ്ടുപോകും. അഭി ഒരു ശില പോലെ ആയിപ്പോയി. തല താഴ്ത്തി ലക്ഷ്മിയെ നോക്കുമ്പോൾ മുഖം തൻ്റെ നെഞ്ചിൽ പൂഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ തന്നെ മുറുകെ പിടിച്ചിട്ടില്ല. അവന് സ്വബോധം വീണ്ടെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അങ്ങനെയാണോ സ്വന്തം ഭാര്യയെ നടു റോഡിൽ ഈ വിധം നിർത്തിയത്? നല്ല ഭർത്താവിന് ചേർന്ന പ്രവൃത്തിയാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഭാര്യയാണിൽ നിനക്കിവളെ കൊണ്ടുപോകാം. അഫി ഗൂഢമായ ചിരി ചുണ്ടിൽ ഒളിപ്പിച്ച് പറഞ്ഞു. ഓ, സാറിന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. താങ്ക്സ്. ഇനി മുതൽ അഭിമന്യുവിൻ്റെ PSI ലച്ചു ഉണ്ടാവില്ല. യാദവ് സന്തോഷത്തിൽ അടുത്തേക്ക് വരുന്നുണ്ട്. അവളുടെ ഇടുപ്പിനെ ചുറ്റിപ്പിടിച്ച അവൻ്റെ കൈയുടെ മുറുക്കം കുറയുന്നു. പെട്ടെന്ന് ലക്ഷ്മിയുടെ ഇരു കൈകളും അവനെ ചുറ്റി വരിഞ്ഞു.
ഞാൻ എന്നെ വിട്ടുകൊടുക്കല്ലേ, എന്ത് വേണേലും ചെയ്യാം. സാറ് അന്ന് പറഞ്ഞില്ലേ, എനിക്ക് സമ്മതാ. മുഖത്ത് നോക്കി വിതുമ്പലോടെ അപേക്ഷിക്കുന്നുണ്ട് ആ പെണ്ണ്. അഫി അവളുടെ ചുവന്ന് വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് നോക്കി തല താഴ്ത്തി. ഐ നീഡ് ദിസ്. അവൾ കണ്ണുകൾ മുറുകെ അടച്ച് നിന്നു കൊടുത്തു. അവൻ വിട്ടുകൊടുക്കുമോ എന്ന പേടിയിൽ. സീതാലക്ഷ്മിയുടെ പൂർണ്ണ സമ്മതത്തോടെ നിനക്കിവളെ കൊണ്ടുപോകാം. ബലപ്രയോഗം നടക്കില്ല. എൻ്റെ PSI ലക്ഷ്മിക്ക് തുടരണം എന്നാണെങ്കിൽ ദേ ആ കാറിൽ കയറിയിരിക്കാം. അവൻ്റെ ചുംബനം പതിക്കാത്ത ചുണ്ടുകൾ വിടർന്നു. കണ്ണുകൾ തുറന്നു വന്നു. നീ എന്ത് തീരുമാനിച്ചു? അവൻ്റെ ഗൗരവം നിറഞ്ഞ ചോദ്യം. അവൾ അഫിയുടെ കാറിന് നേർക്ക് നോട്ടമെറിഞ്ഞു. പതിയെ അകന്നു മാറി. യാദവിനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ കാറിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഒരു ബ്ലൂ ജിപ്സിയും അവിടേക്ക് വന്നു. 3 പേരിറങ്ങി. ലക്ഷ്മി പേടിയോടെ നിന്നു. ഇന്ന് ഞാൻ കണ്ടത് ഈ വണ്ടിയല്ലേ? അവൾ തിരിഞ്ഞു നോക്കി. അവൻ തലയൊന്ന് കുടഞ്ഞതും വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് പതിച്ചു. സാർ പൊയ്ക്കോ, ഇവനെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, അവരിൽ ഒരാൾ പറഞ്ഞു. ലക്ഷ്മി ആന്തലോടെ നിൽക്കുന്നു. അഫി യാദവിൻ്റെ മുഖത്ത് കൈ വീശി അടിച്ചു. സീതാലക്ഷ്മിക്ക് ഈ ഭർത്താവിനെ വേണ്ടാന്ന്. അവൾക്ക് എന്നെ വേണോ അത്രേ. നീയായി എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കോ. കൂട്ടിന് ആ അമ്മച്ചിയെ കൂടി വിളിച്ചോ. തളർച്ചയോടെ വണ്ടിയിൽ ചാരി നിൽക്കുന്നവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു. യാദവിൻ്റെ മുഖത്തിന് നേരെ മുഖം ചേർത്തു. സീതാലക്ഷ്മിയെ നിനക്ക് ഞാൻ തരില്ല. എനിക്ക് അവളെ അങ്ങ് പിടിച്ചു പോയി. വാനിൻ്റെ ഡോർ വലിച്ചു തുറന്ന് അവനെ അതിലേക്ക് തള്ളി. പോയിക്കോ, ഒന്ന് ഭേദമായിട്ട് തിരിച്ചു വരണം. വരാതിരിക്കരുത്. നമുക്കിങ്ങനെ അടികൂടി കളിക്കാം. നല്ല ത്രില്ലല്ലേ? അഫി ആ 3 പേരെയും നോക്കി തല കുലുക്കിക്കൊണ്ട് കാറിലേക്ക് കയറി. കോ ഡ്രൈവിംഗ് സീറ്റിൽ തല താഴ്ത്തിയിരിക്കുന്നവളെ രൂക്ഷമായി നോക്കി. കള്ളത്തരങ്ങൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് വീണതുകൊണ്ടാണോ നീ ഇങ്ങനെ തെറ്റ് ചെയ്തവരെ പോലെ ഇരിക്കുന്നത്? ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവനെ നോക്കിയില്ല. കാറിൻ്റെ വേഗത കൂടുന്നു. ഇത്രയും അഹങ്കാരം പിടിച്ചൊരു സാധനത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല അവൻ നിന്നെ അടിച്ചത്. നീ എന്താടി ഇങ്ങനെ? അവൻ ദേഷ്യത്തോടെ വിറയ്ക്കുന്നു. ലക്ഷ്മി അപ്പോഴാണ് അഫിയെ നോക്കിയത്. ഇരു കൈയും വെച്ചും കണ്ണുകൾ അമർത്തി തുടച്ചു. വണ്ടി നിർത്ത്, ശാന്തമായി അവൾ പറഞ്ഞു. എന്തിനാ? അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ പോകാനാണോ? അവൾ തിരിഞ്ഞ് ബാക്ക് സീറ്റിലിരുന്ന തൻ്റെ ബാഗ് കൈയെത്തിച്ചെടുത്തു. വാശിക്ക് മാത്രം ഒരു കുറവുമില്ല. അഫി വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. അവൾ ബാഗ് തുറന്ന് ഫോൺ എടുത്തു. അതിൽ വെള്ളം കയറിയതുകൊണ്ട് ഓണാവുന്നില്ല. പെട്ടെന്ന് ഫോണിൽ കിടന്ന മെമ്മറി ഊരി അവന് നേരെ നീട്ടി. എന്താ ഇത്? എൻ്റെ ഫോൺ പോയി. സാറിൻ്റെ ഫോണിൽ ഇട്ട് നോക്കൂ. ഇനി ഇതും നശിച്ചോന്നറിയില്ല. അവൻ കാറ് സൈഡൊതുക്കി. സംശയത്തോടെ അത് വാങ്ങി ഫോണിലേക്ക് മാറ്റി. അവൾ സൈഡ് വിൻഡോ വഴി പുറത്തേക്ക് നോക്കിയിരുന്നു. അഫിയുടെ കണ്ണുകൾ വികസിച്ചു വന്നു. ചുണ്ടിൽ ചിരിയാണ്. ആള് മോശമല്ലല്ലോ. വലിയ പുലിയാണ് നിന്റെ കെട്ടിയോൻ. അവൾ അവന് മുന്നിൽ കൈ നീട്ടി. ഇങ്ങ് തന്നേക്കൂ. അവസാന പിടിവള്ളിയാ. രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അവൻ പുഞ്ചിരിയോടെ ഫോൺ ഡാഷ്ബോർഡിലേക്ക് വെച്ചു. അത് നിനക്കെന്തിനാ? ഇടയ്ക്ക് കെട്ടിയോനെ കാണാൻ തോന്നുമ്പോൾ അതിലാണോ നോക്കാറ്? ലക്ഷ്മിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ബാങ്ക് അക്കൗണ്ടൻ്റ് ആയിരുന്നു ഞാൻ. അവിടെ യാദവിന് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടെ ബാങ്കിൽ വരും, സംസാരിക്കും. ഒരു ദിവസം ഇഷ്ടം പറഞ്ഞു. അഫി സീറ്റിൽ ചാരി കിടന്നു. ലക്ഷ്മി അവനെ പ്രണയിച്ചിരുന്നു. അഭിമന്യുവിൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ട്, ഒരു പേടി പോലെ. എനിക്ക് അവനോട് അങ്ങനെയൊന്നും തോന്നിയില്ല. യാദവ് വീട്ടിലേക്ക് വന്നു. അച്ഛനെയും എല്ലാവരെയും കണ്ടു. അങ്ങനെയാ വിവാഹം കഴിഞ്ഞത്. ഇതിപ്പോ എന്തിനാ എന്നോട് പറഞ്ഞത്? അഫി ചോദിച്ചു. അഹങ്കാരം കാണിച്ച് ഇറങ്ങിപ്പോന്നതല്ല. ഇതെല്ലാം കണ്ട അന്ന് രാത്രി കഴുത്തിൽ കിടന്ന മാലയും എൻ്റെ ശരീരത്തിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി മാറ്റി ഒരു പഴകിയ സാരി മാത്രം ചുറ്റിയ ഞാൻ ആ വീട്ടിൻ്റെ പടി ഇറങ്ങിയത്. അവൻ്റേതെന്ന് പറയുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോഴാ വർമ്മ സാറിനെയും അഥർവ് സാറിനെയും കാണുന്നത്. സ്നേഹമുള്ള 2 മുഖങ്ങൾ. അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ഒന്ന് പാഞ്ഞു. തൻ്റെ നനഞ്ഞു കുതിർന്ന വൈറ്റ് ഷർട്ടിലൂടെ വെളിവായി കാണുന്ന ആ പെണ്ണിൻ്റെ ആകാരവടിവ്.
വിറ കൊള്ളുന്ന ചുണ്ടുകളിൽ ചൂട് പകരാൻ കൊതിച്ചു പോകുന്ന അഭിമന്യുവിൻ്റെ ഉയർന്നു മിടിക്കുന്ന ഹൃദയം. ക്രൂരമായി വഞ്ചിക്കുകയല്ലേ ചെയ്തത്? സാറ് തന്നെ പറ. ലക്ഷ്മിയുടെ ചോദ്യം. അവൻ ഞെട്ടലോടെ നോട്ടം മാറ്റി. ഇവിടെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അവനേക്കാൾ ഇത്തിരി കൂടിയ സാധനമാണ്. നിനക്ക് തന്നെ അറിയാം. പിന്നെ എന്തു പറയാൻ? അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഇതിനു വേണ്ടിയാണോ അവൻ നിന്റെ പിന്നാലെ വന്നത്? അല്ല സാർ, ഇതിൻ്റെ ഒറിജിനൽ ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചു. അഫി ബ്രേക്കിൽ കാലമർത്തി. എന്തിന്? ഏത് വക്കീലിനെയാ ഏൽപ്പിച്ചത്? ഡിവോഴ്സിന് വേണ്ടി സ്മിത മാഡം. പക്ഷേ അവരെന്നെ ചതിച്ചു. 2 ദിവസം മുന്നേ മാഡം എന്നെ വിളിച്ചിരുന്നു. ഈ കേസുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് കൊടുത്തത് യാദവിൻ്റെ മെമ്മറിയാ. അതെങ്ങനെ അവൻ്റെ കൈവശം എത്തിയെന്ന് അറിയില്ല. അഫി പൊട്ടിച്ചിരിച്ചു. നീ ഈ പറഞ്ഞ സ്മിതയെ കാണാൻ പോകുന്നതിന് മുൻപ് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. അവൾ സങ്കടത്തോടെ ഇരുന്നു. ആ, എല്ലാം പോട്ടെ. എന്നാ കേസിൻ്റെ ഹിയറിംഗ്? ചൊവ്വ. പിന്നീട് അവനൊന്നും ചോദിച്ചില്ല. കാറ് മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും അവളൊന്നും പറഞ്ഞതുമില്ല. സീറ്റിൽ ചാരി കിടന്ന് കണ്ണുകൾ അടഞ്ഞു. പതിയെ പതിയെ അവൻ്റെ തോളിലേക്ക് ചരിഞ്ഞു. അഫി പുഞ്ചിരിച്ചു. നിന്നെ ഞാൻ സ്വന്തമാക്കട്ടേടി. ആദ്യമായി അവന് തോന്നിയ പ്രണയം അത് സീതാലക്ഷ്മിയോട് മാത്രമായിരുന്നു. തല ചരിച്ച് അവളുടെ മുടിക്കെട്ടിൽ മുഖം പൂഴ്ത്തി. കാച്ചെണ്ണയുടെ മണം മൂക്കിലേക്ക് തുളച്ച് കയറിയതും അഫി കണ്ണുകൾ അടച്ചു. അഭിമന്യു ആദ്യമായി അറിഞ്ഞ ഗന്ധം. എൻ്റെ ഓഫീസ് റൂമിൽ നിറഞ്ഞു നിന്ന ഗന്ധം. നീട്ടിയുള്ള ഹോൺ ശബ്ദം. ലക്ഷ്മി ഞെട്ടലോടെ കണ്ണ് തുറന്നു. അവനിലേക്ക് ചേർന്നാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലായതും ചമ്മലോടെ അകന്നു മാറാൻ തുടങ്ങി. അവൻ്റെ കൈ പിൻഭാഗത്തുകൂടി അരക്കെട്ടിൽ മുറുകി. ഐ ലൈക്ക് ഇറ്റ്. ലക്ഷ്മി പെട്ടെന്ന് ആ മുഖത്തേക്ക് നോക്കി. അവളുടെ ഉയർന്ന ഹൃദയമിടിപ്പ്, അവൻ്റെ കണ്ണിലെ ഭാവം. പേടിയുണ്ടോ നിനക്ക്? തല വിലങ്ങനെ ചലിപ്പിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് നോക്കി മുഖം പൂഴ്ത്താൻ അവൾ അറിയാതെ കൊതിച്ചു പോകുന്നു. വലിച്ചെടുത്ത് ആ നെഞ്ചിലേക്ക് തന്നെ അവൻ ചേർത്തതും ചുണ്ടുകൾ അവിടെ അമർന്നു. ലക്ഷ്മി, വിറയലോടെ ഉച്ചത്തിൽ അഫി വിളിച്ചു. അവൾ പരിഭ്രമത്തോടെ ഉമിനീർ കുടിച്ചിറക്കി. നിന്റെ ചുംബനം എന്നെ തേടി വരും. അവൻ പറഞ്ഞ വാക്ക് ചെവിക്കുള്ളിൽ കടൽ പോലെ ഇളകി മറിയുന്നു. താങ്ക് യു. കാറ്റ് പോലെ നേർത്ത് പോകുന്ന പുരുഷ സ്വരം. അറിയാതെ അവളും എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി. ഗേറ്റ് പെട്ടെന്ന് തുറക്കപ്പെട്ടു. അവൾ അകന്നു മാറി. അവൻ സെക്യൂരിറ്റിയോട് ദേഷ്യപ്പെടാനായി വായ തുറന്നതും തന്നെ മാത്രം നോക്കിയിരിക്കുന്നവളെ കണ്ട് തല കുടഞ്ഞു. എന്താടോ, ഉറങ്ങിപ്പോയോ? അവനിലെ ശാന്തത. സെക്യൂരിറ്റി പകലേത് രാവേത് എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ വായ പൊളിച്ചു നിൽക്കുന്നു. ഗേറ്റ് അടച്ചിട്ട് പോയി കിടന്നുറങ്ങ്, അഫി പറഞ്ഞു. ലക്ഷ്മിക്ക് ചിരി വന്നു. ചിരിക്കല്ലേ, എനിക്ക് നന്നായി തണുക്കുക. ആ ഷർട്ട് ഇങ്ങ് ഊരിത്താ. പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ചുണ്ട് കൂർത്തു. തരില്ല. ആണോ? എന്നാ ഞാൻ ഊരിയെടുക്കും. എടുക്കട്ടെ? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി തല കുലുക്കി. ഒരു ബട്ടൺ ഊരി മാറ്റുന്നവനെ ഇമചിമ്മാതെ നോക്കിയിരുന്നു. നോ, കഴിയില്ലെനിക്ക്. കൈ പിൻവലിച്ചു. അവളുടെ കവിളിൽ പതിയെ തഴുകി. എന്ത് തോന്നുന്നു ലക്ഷ്മി? എന്തിനാ ഈ മൗനം? എന്തേലും ഒന്ന് പറഞ്ഞൂടെ? സാറിന് എന്നെ അന്ന് പറഞ്ഞ പോലെ ആവാം. അഫിയുടെ കണ്ണുകൾ ഒന്ന് ചുവന്നു. വേഗത്തിൽ ഡോർ തുറന്നിറങ്ങി. ലക്ഷ്മി കാറിനുള്ളിൽ തന്നെ ഇരുന്നു. വാ, ഇനി നിന്നെ എടുക്കണോ? അവൻ ദേഷ്യപ്പെട്ടു. അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അഫി ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരൽ വെച്ചു. നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന അഫിയെയും ലക്ഷ്മിയുടെ രൂപവും കണ്ടതും കരുണമാമ സ്തംഭിച്ച് നിന്നുപോയി. എന്താ മോളെ, എന്തു പറ്റി? അതൊക്കെ പറയാം മാമ. ഇപ്പോൾ ലക്ഷ്മി ഒന്ന് കിടക്കട്ടെ, ക്ഷീണം കാണും. പിന്നെ ഒരു ചുക്കുകാപ്പി ഇട്ട് കൊടുക്ക്. പനിയായിരുന്നു. അതിൻ്റെ കൂടെ ഇന്നത്തെ മഴ മൊത്തം നനഞ്ഞു. കരുണാകരൻ കിച്ചണിലേക്ക് ഓടിയതും അവൾ ആ പഴയ റൂമിലേക്ക് കയറി തിരിഞ്ഞ് അവനെ നോക്കി. അഫിക്ക് ചിരി വന്നു. ലക്ഷ്മി ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ സാമീപ്യം. അവൾ റൂമിലേക്ക് കയറി സെക്കൻഡുകൾക്കകം വാതിലടഞ്ഞു. നീ യാദവിനേക്കാൾ താഴ്ന്നു പോവാ സീതാലക്ഷ്മി. ഉള്ളം ഉച്ചത്തിൽ കരയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളേറെ അവനിലേക്ക് പതുങ്ങാൻ ആഗ്രഹിക്കുന്നു. ലക്ഷ്മി ചുവരിൽ ചാരി തല താഴ്ത്തി നിൽക്കുന്നവളുടെ ഇരുതോളിലും കൈവച്ചു. നിന്നെ അറിയാൻ അഭിമന്യുവിന് മോഹമില്ല. പക്ഷേ മറ്റു പലതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. താടിത്തുമ്പിൽ പിടിച്ച് ആ മുഖം ഉയർത്തി.
അവൻ്റെ ചുണ്ടിലെ ചിരി അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു. ആ ചുവന്ന് കയറുന്ന കീഴ്ചുണ്ടിൽ വിരൽ വെച്ച് താഴ്ത്തി കുറുമ്പോടെ അവളുടെ ചുണ്ട് പതിച്ച ഇടനെഞ്ചിൽ കൈവച്ച് തഴുകി. ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു മാഗ്നറ്റിക് പവർ പോലെ അവൾ ആ നെഞ്ചിലേക്ക് ഒട്ടിച്ചേർന്നു. മാമ ഇപ്പോൾ കാപ്പി കൊണ്ടു തരും. കുടിച്ചിട്ട് തലയും തുവർത്തി ഡ്രസ്സ് മാറിക്കിടന്നു. നിമിഷങ്ങളോളം അവൾ ആ നിൽപ്പായിരുന്നു. പെട്ടെന്ന് അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. കരുണാകരൻ റൂമിലേക്ക് വരുമ്പോൾ ലക്ഷ്മി അവൻ്റെ ഡ്രസ്സും ധരിച്ച് നിൽപ്പുണ്ട്. എന്താ മോളെ, എന്താ പറ്റിയത്? മോൻ എന്തേലും? ഏയ് ഇല്ല, സാറ് പാവമാണ്. ഇന്ന് ആ മനുഷ്യനില്ലായിരുന്നേൽ. അവൾ തന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞു. ഷോ സാരമില്ല മോള്, സങ്കടപ്പെടണ്ട. ഇവിടെ വന്ന് കുഞ്ഞിനെ ആരും ഒന്നും ചെയ്യില്ല. അഫിമോൻ്റെ കൈകൊണ്ട് തന്നെ അവൻ തീരും, അതുറപ്പാ. ഇപ്പം പോയ ആള് നമ്മൾ കരുതും പോലെയല്ല. അവനെ എല്ലാ അടവും പഠിച്ചവനാ. പക്ഷേ സ്വഭാവം മോശമായിപ്പോയി, അതേ ഉള്ളൂ സങ്കടം. അഫി സാർ എന്താ ഇങ്ങനെ? ആരവ് സാറ് ഒരു ദിവസം പറഞ്ഞു അവൻ്റെ ജീവിത സാഹചര്യമാണ് എല്ലാത്തിനും കാരണമെന്ന്. നല്ല കാശുകാരല്ലേ അവർ. മാമയ്ക്ക് സാറിനെ പറ്റി എന്തേലും അറിയോ? അറിയാം. കരുണമാമ ഒന്നിങ്ങി വന്നേ. അഫി റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചു. ശരി മോളെ. തുണികളെല്ലാം ഉണക്കിയെടുത്തു, പക്ഷേ മടക്കി റൂമിൽ വെച്ചില്ല. അതാവും വിളിക്കുന്നത്. മാമ. അവൾ അയാളുടെ കയ്യിൽ പിടിച്ചു. പറയാം, നാളെ ആവട്ടെ. കരുണാകരൻ പോയതും ലക്ഷ്മി ബെഡിലേക്ക് മറിഞ്ഞു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓരോന്നും ഓർത്ത് കണ്ണുകൾ തുറന്നു കിടന്നു.